എടി കള്ളി, ഞാൻ പരീക്ഷയുടെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം നിന്നെ ശൂഷു ഒന്ന് വിളിച്ചടി, എന്നിട്ട് നീ തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. എടി ശൂഷു ഒന്ന് വിളിച്ചപ്പോ ഞാൻ കരുതി അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർ ഒച്ച വെച്ചതാണെന്ന്. ഓ പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർ ഒച്ച വെച്ചതാണ് പോലും. ഞാൻ കുറെ പ്രാവശ്യം ചുമച്ചത് നീ കേട്ടില്ലേ? അപ്പൊ നിനക്ക് നോക്കിക്കൂടായിരുന്നോ? എടി നീ തന്നെ കേട്ടതല്ല, നമ്മുടെ ക്ലാസ്സിൽ എല്ലാരും ചുമച്ചത്. അതുകൊണ്ട് ആരാ ചുമച്ചെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. എടി കള്ളി, എന്തൊക്കെ കാരണങ്ങളാടി നീ പറയുന്നേ? നിന്റെ തൊട്ടടുത്തിരുന്നല്ലേ ഞാൻ ചുമച്ചേ? എടി അല്ലെങ്കിൽ ക്ലാസ് പരീക്ഷയല്ലേ, പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ. ആ ക്ലാസ് പരീക്ഷയ്ക്ക് തന്നെ നീ ഇങ്ങനെ, അപ്പൊ പബ്ലിക് എക്സാമിന് നീ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായിടി. ചേടാ, നീ ചോദിക്കുമ്പോ ഞാൻ മുട്ട പപ്സും ലൈമും വാങ്ങി തരുമായിരുന്നു, ഷേക്ക് വേണമെന്ന് പറയുമ്പോ അതും വാങ്ങി തരുമായിരുന്നു. എന്നിട്ട് നീ പരീക്ഷയ്ക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചല്ലടി കള്ളി അമൃത. എടി ഞാനൊന്നും എഴുതിയിട്ടില്ലടി, പരീക്ഷയുടെ മാർക്ക് വരുമ്പോ നീ നോക്കിക്കോ, സത്യം. അയ്യടാ, അപ്പൊ നിനക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആയിരുന്നല്ലോ. എടി അത് ലാസ്റ്റ് ആൻസർ എവിടുന്നോ കിട്ടിയപ്പോ ചുമ്മാ അങ്ങോട്ട് എഴുതി വെച്ചതാ. ആൻസർ എവിടുന്നോ കിട്ടിയല്ലേ? എന്നിട്ട് നീ എന്താ ആ ആൻസർ എനിക്ക് പറഞ്ഞു തരാഞ്ഞേ? അപ്പോഴത്തേക്കും ബെല്ലടിച്ചടി. അയ്യോ, എന്തൊരു കള്ളത്തരം. മതിയടി മതി, നിന്നെ എനിക്ക് മനസ്സിലായി. ഇനി നിനക്ക്